നമസ്തേ, എല്ലാവർക്കും ദ ഗോസ്പൽ ഓഫ് റിയാലിറ്റിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനസ് കോച്ച്. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഹോളി ബുക്കുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ നന്നായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ബുക്കിനകത്തുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലൈഫ് സ്കിൽസും ലൈഫിലെ കുറേ ലോസും റെഗുലേഷൻസും റൂൾസും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രോവേർബ്സ് വായിച്ചാൽ മാത്രം മതി. ഇന്ന് ഞാൻ പ്രോവേർബ്സിലെ കുറച്ച് കാര്യങ്ങളാണ് എടുക്കുന്നത്. അതിനകത്ത് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ലേസിനെസ് ആണ്. മടിയന്മാരും മടിച്ചികളും അല്ലേ. അപ്പോൾ മടിയന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, മടിയൻ മല ചുമക്കും. ഞാൻ ആദ്യം ഓർത്തിട്ടുണ്ട് ഈ മല എങ്ങനെ മല ചുമക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വലുതായി വരുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഓരോ ദിവസവും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്നത്, അതായത് നാളെ നീളെ നാളെ ചെയ്യാം എന്ന് മാറ്റുന്നത് ഇങ്ങനെ കൂടി അവസാനം 10-15 ദിവസം കഴിയുമ്പോഴത്തേനും അതൊരു ഹിമാലയ പർവ്വതം പോലെ ഇങ്ങനെ കൂടിക്കിടക്കും. പിന്നെ നമുക്ക് ഒരിടത്തുനിന്നും തുടങ്ങാൻ പറ്റത്തില്ല, ഒരിടത്തുനിന്നും അത് എൻഡ് ചെയ്യാനും പറ്റത്തില്ല. ആകെപ്പാടെ സ്ട്രെസ്സായി ആങ്സൈറ്റിയായി ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മടിയൻ മല ചുമക്കുക. അപ്പം മലയ്ക്ക് മുമ്പ് ചെറിയ ചെറിയ കുന്നുകളും ചെറിയതായിട്ടുള്ളതൊക്കെ ചെയ്ത് തീർത്ത് അതിനെ അങ്ങ് ക്ലിയർ ആക്കുക വളരെ വൈറ്റലായിട്ടുള്ള കാര്യമാണ്, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മടിയന്മാരെയും മടിച്ചുകളെയും ഒക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ പേര് പേരൻസ് പറയാറുണ്ട്, എന്താ മടി, എങ്ങനെ മടി വരിക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും മടി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം മടിയന്മാർക്ക് ഒരിക്കലും സക്സസ്സിലേക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ ജോലി ചെയ്യാതെ നിങ്ങൾക്കൊന്നും കിട്ടില്ല. വെറുതെ പറയുന്ന ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് മതി, അല്ലെങ്കിൽ നിങ്ങൾ യു ജസ്റ്റ് വിഷ്വലൈസ് എവറിത്തിങ് വിൽ കം ടു യു. അങ്ങനെയാണ് പിന്നെ എന്ത് സുഖം, എല്ലാവരും ഒരു കട്ടിലേക്ക് കയറുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. നോ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ like that. You visualize, you put a plan, you execute, you work on it. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രം, ഒരു ഫോക്കസ്ഡ് ഹാർഡ് വർക്ക് ചെയ്ത്, വെറുതെ ചുമ്മാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഫോക്കസ്ഡ് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രോവേർബ്സിൽ ഒത്തിരി കാര്യങ്ങൾ മടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രോവേർബ്സ് 6-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. മടിയാ, നീ എത്രനാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുമ്പിലെത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ ഭക്ഷണമില്ലായ്മയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ ചുമ്മാ കൈകെട്ടിരുന്നാൽ മതി, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാൽ മതി. നമ്മൾ ഒത്തിരി പേരെ അങ്ങനെ കാണും അല്ലേ. നമ്മൾ ചിലരെ ആൾക്കാരെ കാണും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ സോഫയിലിരിക്കാനോ കസേര ഇരിക്കാനോ ഒന്നും ചിലർക്കൊന്നും ഒരു മടിയില്ല. അല്ലെങ്കിൽ കയറി കിടന്ന് ഉറങ്ങുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങുക. അല്ലാതെ എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമോ എന്നൊന്നും ചിന്തിക്കാതെ, ഇവൻ കുട്ടികളാണെങ്കിലും ശരി മുതിർന്നവരാണെങ്കിലും ശരി നമുക്ക് ഈ രീതി കാണാൻ പറ്റും. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞങ്ങൾ ഹോസ്റ്റലായിരിക്കുമ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഹോസ്റ്റൽമേറ്റ് ആയിരുന്നു. അവളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും ഉറക്കുക. അവൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ തൂങ്ങും. അപ്പോൾ ഞങ്ങൾ ഈ വാക്യം പറയും, കുറേ കൂടി ഉറക്കം, കുറേ കൂടി നിദ്ര, കുറേ കൂടി കൈകെട്ടി കിടക്കുക. ഞങ്ങൾ തമാശയ്ക്കാണെങ്കിലും പോലും അവളെ ഉണർത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിലും ആ വാക്യം ഇങ്ങനെ നമ്മുടെ മനസ്സിനകത്തുണ്ട് എപ്പോഴും. അതുകൊണ്ടായിരിക്കണം നമുക്ക് കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ നമുക്കൊരു വിഷമം, നോ ഐ ഹാവ് ടു വർക്ക് ആൻഡ് ഗെറ്റ് സംതിങ് എന്നുള്ളത്. അപ്പം എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഭയങ്കര മിടുക്കിയ കേട്ടോ, പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കിയ. അവളിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊഫസറോ അങ്ങനെ ഏതാണ്ടാന്ന് തോന്നുന്നു. അപ്പം അത്രയും മിടുക്കിയായിട്ടൊരു ആളാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ആ വാക്കുകൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത്, പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു രീതിയിലും ഇതല്ലാതെ വെറുതെ സമയത്തെ കൊല്ലുക. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ക്ഷമ തരും ദൈവം, പക്ഷേ സമയത്തെ മാത്രം കൊല്ലുന്നതിന് നിങ്ങൾക്ക് ഒരിടത്തുനിന്നും അതിനൊരു ക്ഷമ കിട്ടാൻ സാധ്യതയില്ല. കാരണം നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, സമയത്തെ വിനിയോഗിക്കൂ. നമ്മൾ പറയട്ടെ, അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കെങ്കിലും ദൈവം എന്തെങ്കിലുമൊക്കെ ക്ഷമ തന്നിരിക്കും. പക്ഷേ നിങ്ങൾ അറിഞ്ഞു ചെയ്യുന്നതാണ് സമയത്തെ കൊല്ലുക എന്നുള്ളത്. നിങ്ങൾ സ്വയം ന്യായീകരണത്തിൽ കയറി അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇരുന്നത്, എങ്ങനെയാണ് ബോറടിക്കുക? നിങ്ങൾക്ക് ഭയങ്കര നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ബോറടിക്കത്തില്ല. അപ്പം ആ രീതിയിൽ സമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ലേസിനെസ്സിലേക്ക് പോകാതെ നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ നോക്കണം. ഇനി അടുത്ത ഒരു വാക്യം എന്ന് പറയുന്നത് പ്രോവേർബ്സിൻ്റെ 10 അത് 4 തൊട്ട് 5 വരെയുള്ളതാണ്. അപ്പം പ്രോവേർബ്സിൽ അത് പറയുന്നത്, അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. അലസമായ കൈ, നിങ്ങൾ അലസമായിട്ടും ലേസി ആയിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദാരിദ്ര്യമേ കൊണ്ടുതരൂ. പക്ഷേ സ്ഥിരോത്സാഹി, എപ്പോഴും
ഉത്സാഹിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, സകല പ്രതിബന്ധങ്ങളെയും ചലഞ്ചസിനെയും ഒക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും സമ്പത്താണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. എപ്പോഴാണ് എനിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഹാർവസ്റ്റ് എടുക്കാൻ പറ്റുക എന്ന് നോക്കിക്കൊണ്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് അത് കൊയ്തെടുക്കുന്ന മകൻ തീർച്ചയായിട്ടും മുൻകരുതലുള്ള ഒരു പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു മകനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തി വയ്ക്കുന്നു. ചില മക്കളുണ്ട്, അവർക്ക് അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. അവർ അലസമായിട്ടിരുന്ന് ഉറങ്ങിയൊക്കെ അങ്ങനെ അങ്ങ് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും പേരൻസിനും അവർക്ക് തന്നെയും അപമാനമാണ് വരുത്തി വയ്ക്കുന്നതെന്നാണ് ഈ വേർഡ്സ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് പ്രോവേർബ്സ് പറയുന്ന 12:11, മണ്ണിൽ അധ്വാനിക്കുന്നതിന് യഥേഷ്ടം ആഹാരം കിട്ടും, പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. അപ്പോൾ മണ്ണിൽ അധ്വാനിക്കുക, അന്നത്തെ കാലത്ത് എഴുതിയേക്കുന്നതാണ് മണ്ണിൽ അധ്വാനിക്കുന്നത്. ഇന്നും ഞാൻ പറയും, മണ്ണിൽ അധ്വാനിക്കുന്നവൻ ഒരു കാലത്തും നമുക്ക് ഭക്ഷണമില്ലാതിരിക്കത്തില്ല, യഥേഷ്ടം ആഹാരം കിട്ടുമെന്നാണ് പറയുന്നത്. വലിയ ബംഗ്ലാവാവും, അയാൾ വലിയ പണക്കാരനായിട്ട് സമ്പന്നനായി ജീവിക്കുന്നൊന്നുമല്ല. ആഹാരം യഥേഷ്ടം കിട്ടും. മണ്ണിൽ അധ്വാനിക്കുന്നവർ തീർച്ചയായിട്ടും കിട്ടത്തില്ലേ? നമുക്കറിയാം, കുറച്ച് മണ്ണുണ്ട്, അതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് കൃഷിയെല്ലാം ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പക്ഷേ ഇവിടെ അന്ന് കൃഷികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ട്. ഇന്ന് അതുപോലെയല്ല, എന്തെല്ലാം മേഖലകളിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ കീപ് വർക്കിംഗ്, കീപ് ഓൺ ഡൂയിങ് യുവർ ജോബ് ആൻഡ് യു ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് യുവർ റിവാർഡ്സ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു ഭാഗം പറയുന്നത് പ്രോവേർബ്സിൻ്റെ 14:23 ആണ്. അപ്പം അതിനകത്ത് 23 പറയുന്ന അധ്വാനം ഏതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. അപ്പം അതായത് ഓൾ ഹാർഡ് വർക്ക്സ് ബ്രിങ്സ് പ്രോഫിറ്റ്. എല്ലാ ഹാർഡ് വർക്കും നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ മോർ ടോക്ക് ലീഡ്സ് മിയർ ടോക്സ് ഓൺലി ലീഡ്സ് ടു പ്രോവർട്ടി. അതായത് ചുമ്മാ വെറുതെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക, ഞാനെന്തോ മഹാസംഭവമാണെന്നും, നിങ്ങൾക്കറിയാമോ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പം കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അതാണ് ഇതാണ്, എൻ്റെ പിടിപാടറിയാമല്ലാഞ്ഞിട്ടാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും, ഇപ്പം അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നൊക്കെ പറയുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ ഈ വെറുതെ എമ്മിയാറായിട്ട് ഈ ടോക്ക് ചെയ്യുന്നവരെല്ലാവരും പോവർട്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. കാരണം അവിടെ സംഭാഷണം മാത്രമേ ഉള്ളൂ, ആക്ഷൻസ് ഇല്ല. അപ്പം നമ്മൾ ഈ ടോക്ക് സോണിൽ നിന്ന് ഒരു ആക്ഷൻ സോണിലേക്ക് കയറുക എന്നുള്ളത് വളരെ വളരെ എസെൻഷ്യലും വളരെ വൈറ്റലുമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പോവർട്ടി ആൻഡ് പ്രോഫിറ്റ്. അതായത് ഹാർഡ് വർക്ക് ഗിവ്സ് യു പ്രോഫിറ്റ് ആൻഡ് ലേസിനെസ് ലീഡ്സ് യു ടു പോവർട്ടി. സോ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഉണർന്നിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രോവേർബ്സിൽ തന്നെ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ 20:4 എന്ന് പറയുന്നത്, അലസൻ ഉഴവുകാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്തുകാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുകയുമില്ല. അത് എന്ന് പറയുന്നത് സ്ലാഗേഴ്സ് ഡു നോട്ട് പ്ലോ ഇൻ സീസൺ. അത് സീസണായിട്ട് വരുമ്പോൾ അവർ നമ്മൾ നിലം ഉഴുന്നെടുക്കുകയില്ല, അതിനകത്ത് വിതയ്ക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അവർ ചുമ്മാ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അത് എസ്പെഷ്യലി ഇപ്രാവശ്യത്തെ 10th എക്സാമൊക്കെ വന്നപ്പോൾ പല ന്യായീകരണങ്ങളും നമ്മൾ കാണാറുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി. എങ്ങനെയാണ് നമ്മൾ മുതിർന്നവർ നമ്മുടെ കുട്ടികളെ തന്നെ ഇതാക്കുന്നത്? കുട്ടികളോട് അതിനകത്തൊരു കമൻറ്റ് കണ്ടതാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, തോറ്റുപോയാലൊന്നും ടെൻഷൻ അടിക്കേണ്ട, SSC ബുക്ക് വെറും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനുള്ളൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണെന്ന് ദ ലേറ്റസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. കാരണം എൻ്റെയൊക്കെ SSC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്കൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ എവ്രി മാർക്ക് കൗണ്ട്സ്, എവ്രിതിങ് കൗണ്ട്സ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ പ്രൊഫഷണൽ ഏരിയാസിലൊന്നും കയറാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലനം നമുക്ക് എന്നും അഭിമാനം തരുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ അതിനെ കാണാൻ ശ്രമിക്കണം. അതല്ലാതെ വെറുതെ നമ്മൾ അങ്ങനത്തെ ഒരു ലോ ഫീലിംഗ് ഒന്നും കൊടുത്തിട്ട് കുട്ടികളിലേക്ക് ഒരു അലസതയും മടിയുമോ വലുതായിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഫീലിംഗ് ഒന്നും വരുത്താതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സീസണിൽ എപ്പോൾ നമ്മൾ ജോലി ചെയ്യണോ അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താ സംഭവിക്കുക? അയാൾക്കാണ് പ്രതിഫലം കിട്ടുക. നിങ്ങൾ ആ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ആ സീസണിൽ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ, സോ അറ്റ് ഹാർവസ്റ്റ് ടൈം ദേ ലുക്ക് ബട്ട് ഫൈൻഡ് നത്തിങ്.
ഹാർവസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അവരും പോയി നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. പഠിക്കാതെ ഉഴപ്പിയൊക്കെ നടക്കുന്ന കുട്ടികൾ മാർക്ക് കിട്ടേണ്ട സമയത്തേക്ക് പോയി മാർക്ക് ഇതാ എന്നും പറഞ്ഞ് നോക്കി ഒരു മാർക്കും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എപ്പോഴാണോ അവർ ചെയ്യേണ്ടത് ആ സമയത്ത് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രതിഫലം വരുന്ന സമയത്തും നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് അത് വളരെ വളരെ ബാധകമാണ്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പ്രൊവേർബ്സിൻ്റെ 26:13-15 ആണ്. അപ്പോൾ അത് പറയുന്നത്, അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്, ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്നു തിരിയുന്നു, അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു, അത് വായിലേക്ക് എടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശകരമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ സിംഹമുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അലസൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, വീട്ടിൽ കട്ടിലേ കിടന്നും അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നും ഒക്കെ അവൻ അതിലെ ഇതിലെയൊക്കെ നടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഇങ്ങനെ നീക്കി ഞാൻ പറയും ഈ അലസന്മാരെന്ന് പറയുന്നത് ദേ ആർ ഡ്രാഗിങ് ദംസെൽവ്സ് ടു ദെയർ ഗ്രേവ്. അവരുടെ എന്താ പറയുക, അവരുടെ ആ ഗ്രേവിലേക്ക് അവരിങ്ങനെ എഴഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. വളരെ അഭിമാനത്തോടു കൂടെ നമുക്ക് കയ്യിലിരിക്കുന്ന നമ്മുടെ ടാലൻസും എബിലിറ്റീസും സ്കിൽസും എല്ലാം എടുത്തുകൊണ്ട് നല്ലതുപോലെ ജോലി ചെയ്ത് ആ സീസൺ ടൈമിൽ നല്ലതുപോലെ ചെയ്ത് ഹാർവസ്റ്റ് ടൈമിൽ നല്ലതുപോലെ നമ്മൾ കൊയ്ത് നമ്മുടെ പ്രതിഫലം എടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം, പ്രോവർട്ടി ഓറിയൻറ്റഡ് ആവരുത് നമ്മൾ. അപ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈ തെരുവിൽ സിംഹമുണ്ട് അല്ലെങ്കിൽ പുറത്ത് സിംഹമുണ്ടെന്ന് പറയുന്നവരെ ഞാൻ ഈ പണി ചെയ്യാൻ പോയി എനിക്ക് അവിടുന്ന് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഈ റിസ്കുകളല്ലേ, റിസ്ക് ഉണ്ട്. നമുക്ക് ഏത് ജോലിക്കും ചെറുതു മുതൽ വലുത് വരെ റിസ്ക് ഉണ്ട്. എന്തു പറഞ്ഞാൽ ആ റിസ്ക് മാത്രം പറയുന്നവരാണ് ഈ വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്, അത് പ്രശ്നമാകും, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വരും, എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന് പറയുന്നത്. സിംഹമുണ്ടെങ്കിൽ സിംഹത്തിനെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഓരോ കാര്യത്തിലും ചലഞ്ചസിനെയും റിസ്കിനെയും ഫേസ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ അലസതയെല്ലാം വെടിഞ്ഞിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഏത് സീസണിൽ എങ്ങനെ ചെയ്യണമോ അതുപോലെ ഫോക്കസ് ചെയ്ത് നല്ല പ്ലാൻ ഇട്ട് നല്ല സ്ട്രാറ്റജി ഇട്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല സക്സസ്സുകൾ നേടിയെടുക്കാൻ നമുക്കാകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും പോവർട്ടി ഓറിയൻറ്റഡ് ആകരുത്. അതിന് പകരം നമ്മൾ എന്താകണം, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആകണം. അതിനു വേണ്ടിയിട്ട് ടോക്കിംഗ് സോണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ സോണിലേക്ക് മാറണം. അങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ മക്കളെയും അതുപോലെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.